So good morning. നമ്മൾ മൊഡ്യൂൾ 3-ല് ഇനി അടുത്തൊരു മെയിൻ ടോപ്പിക് ഉള്ളത് സ്ട്രക്ചറൽ സ്റ്റീൽ റൂഫ് ഫ്രെയിമിംഗ് ആണ്. സോ നമ്മുടെ ഇതിൽ അജ്ഞാണ് PMCT കോഴ്സ്. എത്രയും പെട്ടെന്നത് മുന്നോട്ട് പോകണം. സോ സ്ട്രക്ചറൽ സ്റ്റീൽ ഫ്രെയിമിങ്ങിൽ വരുന്ന മെയിൻ ടോപ്പിക്സ് അല്ലെങ്കിൽ സബ് ഡിവിഷനിൽ വരുന്നത് മെയിനായിട്ട് പഠിക്കാനുള്ളത് സ്ട്രക്ചറൽ steel roof framing. What is a steel rigid frame? What are the different types of steel trusses and their construction details of joints and connections of the members? So basically a steel truss ഏതെല്ലാം type of truss നമ്മൾ commonly use ചെയ്യുന്നുണ്ട്, അതിന്റെ കണക്ഷൻസ് എങ്ങനെയൊക്കെ വരുന്നത്, അതൊക്കെയാണ് ഈ ഒരു ടൈറ്റിലിൽ പഠിക്കാനുള്ളത്. ആൻഡ് ഓൾസോ ഇൻട്രൊഡക്ഷൻ ടു ദ സ്പേസ് ഫ്രെയിംസ് ആൻഡ് കോമ്പോസിറ്റ് റൂഫ് സിസ്റ്റം. ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ, ഡെപ്തിൽ പോകേണ്ട ആവശ്യമില്ല. സോ ഞാൻ സ്റ്റീൽ റിജിഡ് ഫ്രെയിംസ് എന്താണെന്ന് പറയുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ ആയിട്ട് ഒരു സിമ്പിൾ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇപ്പോ യൂട്യൂബ് സ്ക്രീൻ കാണുന്നുണ്ടോ? Yes, sir. Yes, sir. Yes, sir. Yeah, fine. സോ ഇവിടെ ഒന്ന് ഈ വീഡിയോ നോക്കിക്കോളൂ. ഇതൊരു സപ്പോർട്ടാണ്. സോ ലൈക്ക് 4 സപ്പോർട്ട്സ്. ഇതൊരു കോളം ഐഡലൈസ് ചെയ്യാൻ 2 കോളംസ് പ്ലേസ് ചെയ്യണം നമ്മൾ. ബാക്കിൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഓക്കെ, സോ നമുക്ക് 2 കോളംസും ബാക്കിലേക്ക് മറിഞ്ഞ് വീഴാതിരിക്കാനായിട്ട് 2 സപ്പോർട്ട്സ്. ഇതിലൊരു ഇമ്പോർട്ടന്റ് കാര്യം, നമുക്ക് 2 കോളംസ് ഉണ്ട്. ഇവിടെ മുകളിൽ ഒരു ബോൾ പോലെ വെച്ചു. ശരിക്കും അത് പിൻ കണക്ഷൻ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ജസ്റ്റ് കോളവും അതേപോലെ ഇത് ബീമാണ്. ബീമിനെ കണക്ട് ചെയ്യുന്ന ഒരു പിൻ കണക്ഷൻ റെപ്രസെന്റ് ചെയ്യാനാണ് ആ സ്റ്റീൽ ബോൾസ് വെച്ചത്. സോ പിൻ കണക്ഷൻസ് ആവുമ്പോൾ, അതായത് മുകളിൽ പിൻ കണക്ഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ലാറ്ററൽ ആയിട്ട് സൈഡിൽ നിന്ന് ഒരു ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫ്രെയിമിന് ലോഡ് റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാവില്ല. ഇനി ഓക്കെ, നമുക്ക് ഒരു ഫ്രെയിം, ഓക്കെ ഇത് ഫ്രെയിം, ഓക്കെ ഈ ഫ്രെയിം സ്റ്റേബിൾ ആവണമെങ്കിൽ നമുക്ക് ഇത് വെർട്ടിക്കൽ ലോഡ്സ് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യും. നിങ്ങൾക്ക് മൗസിന്റെ ഇത് കാണുന്നില്ലേ? നിങ്ങൾക്ക് പോയിന്റർ കാണുന്നില്ലേ? Yes, sir. ഓക്കെ ഫൈൻ. സോ ഈ ഒരു ഫ്രെയിമിൽ നമ്മൾ എപ്പോഴും ഫ്രെയിം ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഫ്രെയിം വെർട്ടിക്കൽ ആയിട്ടുള്ള ലോഡ് ക്യാരി ചെയ്യണം. ഈ ബീംസിന്റെ മുകളിലും ലോഡ്സ് വരും. അത് ഡെഡ് ലോഡ് ആവാം, ബിൽഡിങ്ങിന്റെ ലോഡോ അല്ലെങ്കിൽ ആ ഫ്ലോറിന്റെ ലോഡോ ആവാം. അതേപോലെ തന്നെ ലാറ്ററൽ ലോഡ്, അത് എന്തെങ്കിലും വിൻഡോ അല്ലെങ്കിൽ ഏതെങ്കിലും അതർ വേ ഓഫ് ലോഡിങ്ങും ലാറ്ററൽ വരാം. സോ നമ്മൾ മുന്നേ കണ്ടതിൽ ലാറ്ററൽ ആയിട്ട് സൈഡിൽ നിന്ന് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഫ്രെയിം ജസ്റ്റ് ഫെയിൽ ആവുകയാണ്. സോ എങ്ങനെ നമുക്ക് ഫ്രെയിം സ്റ്റേബിൾ ആക്കാം? സോ ഇതിലൊരു മെയിൻ കമ്പൗണ്ട് ആണ് ബ്രേസിംഗ്. ബ്രേസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റീൽ മെമ്പർ ആണ്. അത് നമ്മൾ നോർമലി പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ഫ്രെയിമിന്റെ ഡയഗണലായിട്ട് ഒരു ബ്രേസിംഗ് പ്രൊവൈഡ് ചെയ്യും. ലെറ്റ്സ് സീ ദി ഡിഫറൻസ്. പ്രൊവൈഡഡ് 2 bracings inside the frame. ഇപ്പൊ നോക്കുക, ഇപ്പൊ ഈ ഫ്രെയിം ഇത്രയും കൂടി സ്റ്റേബിൾ ആണ്. അതായത് മുന്നേ നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ സൈഡിലേക്ക് മൊത്തമായിട്ട് ഡിഫ്ലക്ട് ചെയ്ത ഫ്രെയിം ഇപ്പൊ ബ്രേസിംഗ്സ് പ്രൊവൈഡ് ചെയ്തപ്പോൾ ഇറ്റ് ഈസ് റിട്ടേണിംഗ് ഷേപ്പ്, ടേക്കിംഗ് ദ ലോഡ്. ഇനി നമ്മൾ ബ്രേസിംഗ്സ് റിമൂവ് ചെയ്യുകയാണ്. സോ
സോ ഈ കേസ് ഇത് നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്, അനാലിസിസ് പഠിച്ചിട്ടുള്ളതാണ്. ഇതില് സപ്പോർട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് പിൻ സപ്പോർട്ട്സ് ആണ്. Pin support on the left side, pin support on the right side, and we have the pin connection between the column and the beam on the left as well as on the right. So ഈ ഒരു സ്ട്രക്ചർ, അതായത് പിൻ കണക്ഷൻ, പിൻ സപ്പോർട്ട്സും പിൻ കണക്ഷനുള്ള ഒരു ഫ്രെയിം ആണെങ്കിൽ അത് ലാറ്ററലി സ്റ്റേബിൾ അല്ല. സ്റ്റേബിൾ ആക്കണമെങ്കിൽ നമുക്ക് ബ്രേസിങ്സ് പ്രൊവൈഡ് ചെയ്യണം. ഇനി നമ്മൾ സപ്പോർട്ട്സ് ഫിക്സഡ് ആക്കുവാണ്. അതേപോലെ നമ്മൾ ജോയിന്റ്സ് ഫിക്സഡ് ആക്കുവാണ്. Between column and the beam we are providing some fixed support. ഇപ്പൊ കാണാം, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മള് മുന്നത്തെ on comparison with the previous frame, when we change the pin support to fixed as well as the connection between the column and beam from pin to fixed, the frame itself is stable. അതായത് നമ്മൾ ബ്രേസിംഗ് അപ്ലൈ ചെയ്യാതെ തന്നെ ഈ ഫ്രെയിം സ്റ്റേബിൾ ആവുകയാണ്. ഇപ്പോഴും നോക്കാം. ഇപ്പൊ നമ്മള് മുന്നേ നമ്മൾ 2 ഫിക്സഡ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്തു. നമ്മൾ ഒരു സപ്പോർട്ട് റിമൂവ് ചെയ്തു. ലെഫ്റ്റ് സൈഡിൽ മാത്രം ഫിക്സിറ്റി ഉള്ളൂ, റൈറ്റ് സൈഡിൽ പിൻ സപ്പോർട്ടാണ്. സോ സ്റ്റിൽ ഇതും ലോഡ് ക്യാരി ചെയ്യുന്നുണ്ട്, പക്ഷെ ഡിഫ്ലക്ഷൻ കൂടുതലാണ്. ഇവിടെ പിൻഡ് ആയതുകൊണ്ട് ലാറ്ററലി ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഡിഫ്ലക്ഷൻ കൂടുതലാണ്, ബട്ട് സ്റ്റിൽ ദ ഫ്രെയിം ഇസ് സ്റ്റേബിൾ. അതാണ് മെയിൻ ഇമ്പോർട്ടന്റ് ടേക്ക് അവേ. ഇത് നമ്മള് ഫിക്സിറ്റി 2 റിമൂവ് ചെയ്യുകയാണ്. 2 താഴെ 2 പിൻ സപ്പോർട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പൊ അപ്ലൈ ചെയ്യുമ്പോൾ നോക്കാം, അതായത് ഫ്രെയിം സ്റ്റേബിൾ ആണ്. കമ്പാരിസൺ വിത്ത് ഫസ്റ്റ് വൺ, ആദ്യത്തെ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാം പിൻഡായ കണ്ടീഷൻ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഫിക്സിറ്റി, അതായത് റിജിഡിറ്റി അല്ലെങ്കിൽ ഫിക്സിറ്റി ബിറ്റ്വീൻ കോളം ആൻഡ് ബീം പ്രൊവൈഡ് ചെയ്ത കണ്ടീഷനിൽ ശരിക്കും ഫ്രെയിം സ്റ്റേബിൾ ആണ്, ബട്ട് ദ ഡിഫ്ലക്ഷൻ ഈസ് മോർ, അതായത് ലാറ്ററൽ ഡിഫ്ലക്ഷൻ കൂടുതലാണ്. അതേപോലെ ഒരു ഇമ്പോർട്ടന്റ് ടേക്ക് അവേ നോക്കാം, ഇതില് ഈ ആംഗിൾ എപ്പോഴും 90 കീപ്പ് ചെയ്യും. അത് നിങ്ങൾ അനാലിസിസിൽ പഠിക്കുന്ന ഒരു മെയിൻ കാര്യമാണ്. ഈ ആംഗിൾ എപ്പോഴും 90 ആയിരിക്കും. അതേപോലെ ഈ ആംഗിൾ എപ്പോഴും 90 ആയിരിക്കും. ഒരു ബെൻഡിങ് വരുന്നത് എവേ ഫ്രം സപ്പോർട്ട് ആയിരിക്കും, റൈറ്റ്? ഇത് നമ്മൾ ഒരു ജോയിന്റ് മാത്രം ഫിക്സിറ്റി പ്രൊവൈഡ് ചെയ്യാണ്. അപ്പോഴും ദ ഫ്രെയിം ഈസ് സ്റ്റേബിൾ, സ്റ്റിൽ ഡിഫ്ലക്ഷൻ ഈസ് മോർ. സോ ഡിഫ്ലക്ഷൻ ഏറ്റവും, അല്ലെങ്കിൽ ലാറ്ററൽ ഡിഫ്ലക്ഷൻ ഏറ്റവും കുറവാകുന്ന കേസ് എന്ന് പറയുമ്പോൾ സപ്പോർട്ട്സിലും അതേപോലെ ജോയിന്റും ഫിക്സ്ഡ് ആണെങ്കിൽ ഏറ്റവും കുറവ്. നമ്മൾ ഓരോ ഫിക്സിറ്റി റിമൂവ് ചെയ്യുന്നതോറും ഈവൻ ദ ഫ്രെയിം ഈസ് സ്റ്റേബിൾ, ദ ലാറ്ററൽ ഡിഫ്ലക്ഷൻ ഈസ് മോർ. This is the first case where all the connection, even the supports as well as the connection between column and beam were pin condition. The theory stable alla, when we apply lateral load, it's just failing. Okay, ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്തില്ല. അതേപോലെ ഒരു വീഡിയോ കൂടി. This is regarding a real construction of a rigid frame. എങ്ങനെയാണ് ഒരു റിയൽ ഫ്രെയിം കൺസ്ട്രക്ട് ചെയ്യുന്നത്? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കോളം ഉണ്ട്, സോറി ഞാനൊന്ന് ബാക്ക് അടിക്കാം, പതിയെ പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കോളം ഉണ്ട്, കോളംസ് ഹിയർ 1 and 2. ഇതൊരു സിംഗിൾ ഫ്രെയിം ആയിരിക്കും. ഇതേപോലെ തന്നെ സെക്കൻഡ് ഫ്രെയിം, തേർഡ് ഫ്രെയിം യു ഹാവ്, ആൻഡ് ദിസ് ഈസ് ദ എന്താ പറയാ, ദ ബീം മെമ്പർ, അസംബിൾഡ് ബീം മെമ്പർ ആണ് കാണുന്നത്. ഇനി എങ്ങനെയാണ് ചെയ്യുന്നത്? ഓക്കെ, നമുക്ക് അറിയാം ഇതിലെ എല്ലാ കോളംസും അതേപോലെ ബീംസ് എല്ലാം സ്റ്റീൽ മെമ്പർ ആണ്.
but the foundation always will be in concrete. So we are connecting the column to the concrete by means of anchor bolt. So in an anchor bolt provided, we are connecting the steel column to the concrete foundation. This is the bracings which we have seen. Bracing provided for the lateral stability of the frame. This is a connection between the beams, and what we have seen here, this is the connection between the beam as well as the column top. We are welding or joining two beams, and we are putting the bolt. Some extra fittings. നമ്മൾ പഠിച്ച bolt connections. Bolts are applied here, connecting the beam to the column. So ഇതിൽ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ നമുക്ക് we have the frame here. ഇങ്ങനെ frame ഉണ്ട്, right? So this frame will be stronger or it will be stable in the lateral load. നമ്മൾ സൈഡിൽ നിന്ന് ഒരു ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഫ്രെയിം എപ്പോഴും സ്റ്റേബിൾ ആണ്. ബട്ട് when we are applying some load perpendicular, അതായത് when we are pushing this frame out of plane, നമ്മൾ ബാക്കിലേക്ക് പുഷ് ചെയ്യുമ്പോൾ ആസ് ദിസ് ഫ്രെയിം ഇസ് എൻ ഇൻഡിവിജ്വൽ മെമ്പർ, ഇതൊരു ഇൻഡിവിജ്വൽ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, the individual frames will fail. So individual frames fail ആവാതെ ടോട്ടൽ സ്ട്രക്ചർ സ്റ്റേബിൾ ആവാനായിട്ടാണ് നമ്മൾ ബ്രേസിംഗ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബ്രേസിംഗ്സ് കണ്ടിരുന്നത് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ എഫക്ട് എന്താണെന്നുള്ളത്. സോ വി ആർ പ്രൊവൈഡിങ് ദ ബ്രേസിംഗ്സ് here for the stability of the entire structure. And similarly we are providing the roof bracing. ഇവിടെ മുകളിലും bracings provide ചെയ്യുന്നുണ്ട്. This is also for the member stability. And we have the purlin. So ഇതിനെയാണ് purlin എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഫ്രെയിംസിന്റെ മുകളിൽ റൺ ചെയ്യുന്ന along the length റൺ ചെയ്യുന്ന structural members ആണ് purlins. How the purlins are connected to the rafter. So this is the beam or rafter we have, and how the purlins are connected to the rafter, the bracings, and then we have the sag rods. So these sag rods are mainly provide to maintain the spacing between the purlins. If purlins minimum distance throughout keep sag rods provide. And we are providing the roof coverings with the proper lighting options. And we are using some self-drilling screws for connecting the roof covering to the rafter or purlin. നമ്മുടെ എഡ്ജ് ബീമിലേക്ക് ഇത് കണക്ട് ചെയ്തിരിക്കുകയാണ്. So this how the frame structure will look like, and how this is assembled, how the individual steel members are assembled to make a steel frame. So we'll come to theory. So we have mainly three types of frames. One is a moment resisting frame. Then we have the shear wall frame, and we have the brace frame. So moment resisting frame,
ഇപ്പോൾ നമ്മൾ കണ്ട വീഡിയോ പോലെ എല്ലാ ജോയിന്റ്സും the joints between the column and the beam will be fixed. So by providing the fixity between the column and the beams, the total frame will be stable for the lateral loads. Side the load apply ചെയ്തു കഴിഞ്ഞാൽ ഈ entire frame stable ആയിരിക്കും. If you provide the foundation or the support to be fixed, then it will be having very lesser lateral displacement. So ഇവിടെ pin provide ചെയ്തുകൊണ്ട് laterally deflection കുറച്ച് ഉണ്ടാകും, but still the frame will be stable. An alternative option is the shear wall frame. So ഇവിടെ നമുക്ക് suppose all the connection between column and beam are pinned, എല്ലാം pinned ആണെങ്കിൽ അതേപോലെ ഇവിടെ സപ്പോർട്ടും പിൻഡ് ആണ്. സോ നമ്മൾ ഒരു ലാറ്ററൽ ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ കേസിൽ ഈ ഫ്രെയിം ടോട്ടലായിട്ട് ഫെയിൽ ആവും. ബട്ട് വെൻ യു ആർ പ്രൊവൈഡിങ് എ ഷിയർ വാൾ എന്ന് വെച്ചാൽ ലൈക്ക് എ ലോങ് വാൾ, ഇറ്റ്സ് എ RCC വാൾ, ഓർ ഇറ്റ് ക്യാൻ ബി ഈവൻ മെയ്ഡ് ഫ്രം ദ സ്റ്റീൽ ഓൾസോ. സോ നമ്മൾ സ്റ്റീൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സ്റ്റീലിന്റെ ഒരു വലിയൊരു പ്ലേറ്റ് ആണ്. ഓക്കെ, സ്റ്റീലിന്റെ വലിയൊരു പ്ലേറ്റ്. സോ വി ആർ കണക്റ്റിംഗ് ദ സ്റ്റീൽ ഷിയർ വാൾ ടു ദ entire frame. So ഇങ്ങനെ ഒരു ഷീറ്റ് കണക്ട് ചെയ്യുന്നുണ്ട്. This sheet or this shear wall or the long wall in very simple term will give some lateral resistance. നമ്മൾ സൈഡിൽ നിന്ന് ലോഡ് അപ്ലൈ ചെയ്താലും ഈ ഒരു ടോട്ടൽ കാൻലിവർ വാള് ഈ ടോട്ടൽ ഫ്രെയിമിനെ ലാറ്ററൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഫെയിൽ ആവാതിരിക്കാനായിട്ട് സഹായിക്കും. ആൻഡ് വൺ മോർ ഓപ്ഷൻ is the brace frames which we have seen. നമ്മൾ കണ്ടിരുന്നു ഒരു പിൻ കണക്ഷൻ സ്റ്റേബിൾ ആക്കണമെങ്കിൽ രണ്ട് ക്രോസ് ബാർ വെച്ചാൽ മതി. ക്രോസ് ആയിട്ട് രണ്ട് മെമ്പേഴ്സ് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ lateral stability improved ആവും. So basically we have the moment resisting frames, which is a frame which will be stable for the lateral loads by default. അല്ലെങ്കിൽ അതിന്റെ വേറെ ഒരു എക്സ്ട്രാ മെമ്പറിന്റെ ഹെൽപ്പ് ഇല്ലാതെ സ്വന്തമായിട്ട് അല്ലെങ്കിൽ അതിന്റെ കപ്പാസിറ്റി തന്നെ ലാറ്ററൽ റെസിസ്റ്റൻസ് ഉള്ളതിനെയാണ് മൊമെന്റ് റെസിസ്റ്റിംഗ് ഫ്രെയിംസ് എന്ന് പറയുന്നത്. ഒരു ഷിയർ വാളിന്റെ പ്രസൻസ് കൊണ്ട് ലാറ്ററൽ റെസിസ്റ്റൻസ് ഉള്ളതിനെ ഷിയർ വാൾ ഫ്രെയിംസ് എന്നും ബ്രേസിംഗ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഫ്രെയിം ഈസ് കോൾഡ് ആസ് ബ്രേസ് ഫ്രെയിംസ്. സോ ദ മൊമെന്റ് റെസിസ്റ്റിംഗ് ഫ്രെയിംസ്. സോ വി ആർ കമ്മിങ് ടു ദ ട്രസ്സസ്. സോ ഒരു ബീമിന്റെയും ട്രസ്സിന് ഡിഫറൻസ് എന്താ ഞാൻ ചോദിച്ചിരുന്ന ക്ലാസ്സിൽ നിന്നോട്. ഞാൻ എങ്ങനെയാണ് ലോ ട്രാൻസ്ഫർ വരുന്നത് ബീമിന്റെയും ട്രസ്സിന്റെയും കേസിൽ? റെസ്പോൺസസ് ബീം ബെൻഡിങ് കാരണമാണ്, പക്ഷേ ട്രസ്സിൽ ആക്സിയൽ ലോഡ്. വെരി കറക്റ്റ്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ട്രസ് മെമ്പേഴ്സ് ട്രസ്സിൽ ഒരു ഇൻഡിവിജ്വൽ മെമ്പർ ലോഡ് എടുക്കുന്നത് ഐദർ ബൈ ദ കംപ്രഷൻ, ആ മെമ്പർ കംപ്രസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ ടെൻഷൻ ലൈക്ക് ഇവൻ വലിഞ്ഞിട്ട്, ഈ രണ്ട് രീതിയിൽ മാത്രമാണ് ട്രസ്സിലെ എല്ലാ മെമ്പേഴ്സും ലോഡ് എടുക്കുന്നത്. പക്ഷെ ബീമിന്റെ കേസ് ഡിഫറെന്റ് ആണ്. ബീം ലോഡ് എടുക്കുന്നത് ബൈ ബെൻഡിങ് ആണ്, റൈറ്റ്, ബൈ ദ ബെൻഡിങ് ഓഫ് ദ മെമ്പർ. സോ അത് തന്നെയാണ് മെയിൻ ഡിഫറൻസ് വരുന്നത്. So let's see the different uses of trusses in building. The trusses are used in a broad range of buildings, mainly where there is a requirement for long spans, such as in airport terminals, aircraft hangars, sports stadium roofs, auditoriums, and other leisure buildings. So mainly ഒരു വലിയൊരു ഹോൾ, നമുക്ക് വലിയൊരു ഹോളില് വലിയൊരു ഓപ്പൺ സ്പേസ് വേണമെങ്കിലാണ് നമ്മൾ മെയിൻ ആയിട്ട് ട്രസ്സസ് പ്രിഫർ ചെയ്യുന്നത്. And the trusses are also used to carry heavy loads and are sometimes used to transfer structures. Basically ഒരു വലിയൊരു ഏരിയ നമുക്ക് ഇൻ ബിറ്റ്വീൻ വലിയൊരു ഏരിയ ആണെങ്കിൽ നമുക്ക് മിഡിൽ പോർഷനിലൊന്നും കോളംസ് പാടില്ല. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു ഏരിയ കിട്ടാനായിട്ട് നമുക്ക് ട്രസ് യൂസ് ചെയ്യാം. അതേപോലെ ഒരു വലിയൊരു ഏരിയയില് ലോഡ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമുക്ക് ട്രസ്സസ് യൂസ് ചെയ്യാം, ട്രാൻസ്ഫർ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. Trusses are widely used to serve two main functions: to carry the roof load and to provide the horizontal stability. So അതിന്റെ ഷേപ്പ് കൊണ്ട് തന്നെ സൈഡിൽ നിന്ന് ലോഡ് സ്റ്റേബിൾ ആയിരിക്കും, ലോഡിന് സ്റ്റേബിൾ ആയിരിക്കും. അതേപോലെ റൂഫിൽ നിന്ന് വരുന്ന ലോഡും ട്രസ്സസ് എടുക്കും. എന്തുകൊണ്ട് സ്റ്റീൽ റൂഫ്? സോ
ഈ മൊഡ്യൂളിൽ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് റൂഫ്സ് പഠിക്കാനുണ്ട്. ഒന്ന് ടിമ്പർ റൂഫും ഒന്ന് സ്റ്റീൽ റൂഫും ആണ്. സോ ടിമ്പർ റൂഫ് ഞാൻ എടുക്കാം, അത് പെൻഡിങ് ആണ്. സോ കമ്പാരിസൺ കമ്മിങ് ഹിയർ. എന്തുകൊണ്ട് സ്റ്റീൽ റൂഫ് നമ്മൾ സെലക്ട് ചെയ്യണം? There are numerous advantages of using steel trusses instead of traditional wood trusses, but the main reasons are simplicity and strength. So basically steel roof ആയിരിക്കും stronger. അതേപോലെ നമുക്ക് കുറച്ച് മെറ്റീരിയൽസേ ആവശ്യമുള്ളൂ സ്റ്റീലിന്റെ കേസിൽ, റൈറ്റ്? സോ ബട്ട് നമ്മൾ കോസ്റ്റ് കമ്പാരിസൺ വരുമ്പോൾ ഒബ്വിയസ്ലി വുഡൻ റൂഫ് അല്ലെങ്കിൽ വുഡൻ ട്രസ് ആയിരിക്കും കോസ്റ്റില് ഏറ്റവും എക്കണോമിക്കൽ. സ്റ്റീൽ ഇത്തിരി എക്സ്പെൻസീവ് ആയിരിക്കും. ബട്ട് മെറ്റീരിയലിന്റെ മാത്രം വോളിയം നോക്കുമ്പോൾ കുറച്ച് എമൗണ്ട് മതി സ്റ്റീലിന്റെ കേസിൽ. ആൻഡ് ഓൾസോ ചെറിയ സ്പാൻസിനാണ് വുഡൻ ട്രസ് പ്രിഫർ ചെയ്യുന്നത്. വലിയ സ്പാൻസിന് യു ഹാവ് ടു ഗോ ഫോർ ദ സ്റ്റീൽ റൂഫ്. ഇറ്റ്സ് എ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ദ choice of steel and the wood trusses. Okay, so some prefer to use metal roof truss because the building of structure is all about precision and metal has more precise measurement than wood. So നമുക്കൊരു കൃത്യം സ്പാൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു നമുക്ക് ഒരു ട്രസ് ഉണ്ടെങ്കിൽ ട്രസിന്റെ ഒരു എൻഡിൽ നിന്ന് മറ്റു എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് സ്പാൻ എന്ന് പറയുന്നത്. സോ ഇൻ ദ കേസ് ഓഫ് സ്റ്റീൽ ട്രസ്സസ് വി ക്യാൻ മേക്ക് ദ ട്രസ് മോർ പ്രിസൈസ്. നമുക്ക് എത്ര ഡയമെൻഷൻ, എത്ര സ്പാൻ വേണം, എത്ര ഇൻഡിവിജ്വൽ മെമ്പർ സൈസും ലെങ്ത് എല്ലാം തന്നെ പ്രിസൈസ് ആയിട്ട് ചെയ്യാൻ പറ്റിയത് മെറ്റൽ റൂഫ് ട്രസ്സിലാണ്. ആൻഡ് ഓൾസോ ദീസ് ട്രസ്സസ് ആർ എക്സ്ട്രീംലി സിമ്പിൾ ടു ഇൻസ്റ്റാൾ. നമുക്ക് മുന്നേ കാൽക്കുലേറ്റ് ചെയ്യാം. We can bring the members to the site and we can weld or bolt the individual members to form the trusses. Then you never have to worry about rotting or deterioration. There won't be much better effects if it's properly treated. നമ്മൾ പ്രോപ്പറായിട്ട് പെയിന്റ് ചെയ്ത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ കൊറോഷൻ അല്ലെങ്കിൽ അതർ ഇഷ്യൂസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. And you also get more usable space inside your building. General both the wooden truss as well as the steel roof truss, this option is there. But ഞാൻ പറഞ്ഞു steel roof truss നമ്മൾ mainly യൂസ് ചെയ്യുന്നത് larger area cover ചെയ്യാനാണ്. And we have the wood trusses are less expensive truss, but they require you to install wood headers. The posts have to be closer and you have more trusses to install. So even wood truss ആണ് cheap എങ്കിലും you need നമുക്ക് long span ചെയ്യണമെങ്കിൽ you have to go for the steel trusses. And also when you are using wood you have to protect it from the weather. And continuation, the prefabricated steel trusses offer high strength lightweight roof system that can be installed quickly. Prefabricated എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിസൈൻ ചെയ്യും. അതായത് എത്ര ഇൻഡിവിജ്വൽ മെമ്പറിന്റെ സൈസും അതേപോലെ തന്നെ അതിന്റെ ലെങ്ത് എല്ലാം മുന്നേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കറസ്പോണ്ടിങ് റിക്വയർഡ് ലെങ്ത് അല്ലെങ്കിൽ റിക്വയർഡ് സെക്ഷൻസ് മാത്രം സൈറ്റിൽ കൊണ്ടുവന്നിട്ട് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ബി മോർ പ്രിസൈസ്. മെറ്റീരിയൽ വേസ്റ്റേജ് വളരെ കുറവായിരിക്കും. And in residential construction, wood trusses still dominate the industry. Where additional strength is needed or where greater free spans are required, steel roof trusses are preferred. So huge spans we are going for the steel roof trusses. The advantages of the metal roof truss structures in detail. So we have, even though they are considered to be more expensive, the metal roof trusses can span further than wood. So for full span ulla case we are preferring the metal roof truss, and the metal roof truss can be manufactured to excess standards. Precision kodalana. They are much more lightweight and this allows for larger shipments. Transportation is
okay, lightweight, so easy to transport, and this requires the time. Sorry, this reduces the time it takes to get to the project site. Then we have the metal roof trusses are fire resistant. In comparison with the wood which compare metal roof trusses are more fire resistant. They are compatible with almost all type of roofing system. All type of buildings use ചെയ്യാം. And no insect infestations can occur. Timber insect issues, attacks steel in the case. And also chemical treatments are not necessary to maintain the trusses, because wooden truss use chemical treatments deterioration minimize. So steel truss in the case, but you have to provide corrosion paints for the steel trusses. And also the metal roof trusses are recyclable and therefore environmental friendly, because recycling. Disadvantages of the metal roof truss structures. We need a skilled labor. Skilled laborers വേണം. അതേപോലെ തന്നെ വെൽഡിംഗ് ഒക്കെ ചെയ്യുവാണെങ്കിൽ the proper electricity and the skilled persons are required. And they are not energy efficient since they allow more heat to escape from the structure. And also we have the metal roof trusses allow sound to be easily transmitted. So noise is because the wood will absorb more sound, but the metal is transmitting more sound. So our issues ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും അതിന് മുകളിൽ നടക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും സൗണ്ട്സ് വരാൻ സാധ്യതയുള്ള കേസിലാണെങ്കിൽ the metal roof trusses are less preferred. Also the temperature fluctuations allow them to move more. Metal temperature susceptible ആണ്. പെട്ടെന്ന് ടെമ്പറേച്ചർ വരുമ്പോൾ അതിന്റെ സ്ട്രെസ് വരും, അതുപോലെ തന്നെ ലെങ്ത് ഒക്കെ വേരി ചെയ്യും. സോ ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻസ് ഉള്ളിടത്ത് മെറ്റൽ റൂഫ് ട്രസ് അത്ര പ്രിഫറബിൾ അല്ല. ആൻഡ് വി ഹാവ് വെൻ ദ മെറ്റൽ ഈസ് കട്ട്, drilled, scratched or welded, rust can be a problem. So rusting is always a problem which has to be overcome by providing the protective coatings. The workers have a higher risk of electrocution when installing the metal roof trusses. So safety precautions. And when we think of the different types of steel trusses, we have a lot in number. So there are types of trusses under. But ഇതിലെല്ലാം നമ്മൾ commonly use ചെയ്യുന്ന trusses അല്ല. So out of all these trusses, the commonly used one includes the king post truss, then the simple fing truss, the queen truss, fing hob truss, fan truss, modified queen, and the double fing and double hob. ഇതെല്ലാമാണ് നമ്മൾ mainly use ചെയ്യുന്ന truss shapes. And different countries or region wise you can find different types of truss configurations. Generally നമ്മുടെ നാട്ടിൽ ഇവിടെ യൂസ് ചെയ്യുന്നത് ഈ like list out ചെയ്ത trusses ആണ്. We'll see in detail. So the different types of wooden and steel roof trusses. So നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ 7 ട്രസ്സിലാണ്. So we have the king post truss, queen post truss, hob truss, pratt truss, fan truss, north light roof truss, and quadrangular roof truss. So ഇതില് ഈ ഓരോ ട്രസ്സിനും അതിനായിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ഒരു സ്പെഷ്യൽ കോൺഫിഗറേഷൻസ് ഉണ്ട്. അതാണ് ഏറ്റവും ട്രസ്സിനെ തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഒരു കോൺഫിഗറേഷൻ ഡിഫറെന്റ് ആണ്. ആൻഡ് അപ്പോൺ സെലക്ഷനും നമുക്കൊരു കൺസിഡറേഷൻ ഉണ്ട്. അതായത് ഈ കിങ് പോസ്റ്റ് ട്രസ്സും ക്വീൻ പോസ്റ്റ് ട്രസ്സും ഒക്കെ നമുക്ക് ലോവർ സ്പാൻ പറഞ്ഞ സ്പാൻ ഇതാണ്, ബിറ്റ്വീൻ 2 എൻഡ് പോയിന്റ്സ് തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ആണ് സ്പാൻ വരുന്നത്. സോ നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ നമുക്ക് കവർ ചെയ്യേണ്ട സ്പാൻ ലെങ്തിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ട്രസ് സെലക്ട് ചെയ്യുന്നത്. സോ വി വിൽ സീ ദ പെക്യുലാരിറ്റീസ് ഓഫ് ദ ഇൻഡിവിജ്വൽ ടൈപ്പ് ഓഫ് ട്രസ്സസ്. ഓക്കെ, സോ a king post truss will look like this. ഇതുപോലെയാണ് king post truss വരുന്നത്.
നിങ്ങൾക്ക് ഇവിടെ സപ്പോർട്ട്സ് ഉണ്ടാവും. ആൻഡ് വി ഹാവ് ദ മെമ്പേഴ്സ് ഹിയർ. ലോഡിങ്സ് വരും, ഇവിടെയൊക്കെ ലോഡിങ്സ് വരും. സോ ഇങ്ങനെ ഒരു ലോഡിങ്സ് വരുമ്പോൾ വി ഓൾ ഡിസ്കസ് ദാറ്റ് ദ ട്രസ്റ്റ് മെമ്പേഴ്സ് വിൽ ടേക്ക്, അതായത് ഇതിലെ ട്രസ്റ്റ് മെമ്പേഴ്സ് ആണ്, ഇതൊരു മെമ്പറാണ്, ഇതൊരു മെമ്പറാണ്, ഇതൊരു മെമ്പറാണ്. We have these members. So on comparison with the beam, trust members will take the load by compression, by the compression of tension. So ഇങ്ങനെ ഒരു ലോഡ് കേസ് വരുമ്പോൾ ഇതില് we have the compression members as well as tension members. So normally ഈ എഡ്ജസിലുള്ള എല്ലാ മെമ്പേഴ്സും കംപ്രഷനിലായിരിക്കും, ഇതെല്ലാം അണ്ടർ കംപ്രഷനിലാണ്. Right. So this edge members will be under compression. The analysis is not find the but on experience I'm telling. So this will be under the compression. Compression, and we have this to be in the tension. So basically the truss is a combination of compression members and the tension members. So the king post truss is a wooden truss. So king post truss, span, we are spanning it only up to 8 meters. So generally we can make the king post truss with a wooden member. It can be also built of a combination of the wood and steel. So a combination case you know that the wooden member is always good in compression and very weak in tension. So നമുക്ക് ഈ ഒരു king post truss ചെയ്യുമ്പോൾ to make it more economical, we can go for tension members with steel and compression members with the wooden member. So അങ്ങനെ ഒരു combination വരുമ്പോൾ the total structure will be economical. So that's why we are going for the combination of wood and steel, and generally used for spans up to 8 meters. 8 meter വരെയുള്ള സ്പാൻസിനാണ് നമ്മൾ king post truss യൂസ് ചെയ്യുന്നത്. And next we have the queen post truss. So its configuration is like this, and these are also generally made by the wooden truss, and you can go for the combinations of steel and wood. So and they are generally used for spans up to 10 meters. 10 meter ആണ് നമ്മൾ മെയിൻലി ക്യൂൻ പോസ്റ്റ് ഓപ്റ്റ് ചെയ്യുന്നത്. സോ സപ്പോസ് നമുക്ക് ഒരു റൂഫ് ചെയ്യേണ്ടത് ഒരു 9 മീറ്റർ ആണ് സ്പാൻ എങ്കിൽ നോർമലി വി വോണ്ട് പ്രിഫർ ദ കിങ് പോസ്റ്റ് ട്രസ്, വി വിൽ പ്രിഫർ എ ക്യൂൻ പോസ്റ്റ് ട്രസ്. അങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഏത് ട്രസ് വേണമെന്നുള്ളത്. And also we have the hob truss. Hob truss is made of combination of the wood and steel, and the vertical members or tension members are made of steel. Okay, and it can be used for spans from 6 to 30 meters. So 6 meter മുതൽ 30 meter വരെയുള്ള കോമ്പിനേഷൻസ് യൂസ് ചെയ്യും. ഇപ്പൊ ഈ ഫിഗറിലുള്ളതെല്ലാം 6 meter എന്നുള്ള ഒരു കോൺഫിഗറേഷൻ ആണ്, ബട്ട് ഇറ്റ് ക്യാൻ ബി മോഡിഫൈഡ് to span up to 30 meters. And we have two more trusses in this slide. One is Pratt truss and the other one is fan truss. So we have the figure of configuration of Pratt truss here. So the Pratt truss is made of steel, and the vertical members are tension and diagonal members are in compression. For this type of configuration, all the vertical member, the ELA vertical member, right? The vertical members are tension, diagonal members. That means these inclined members will be under the compression. They are very economical form of wood trusses. It can be used for spans from 6 to 10 meters. 6 മുതൽ 10 വരെ മീറ്റർ സ്പാൻ ചെയ്യണമെങ്കിൽ they are going for the Pratt trusses. And next we have the fan truss. It is made of steel. In fan trusses, top chords are divided into small length. അതായത് ഇതാണ് ടോപ്പ് കോഡ്. ഇവിടെ മുതൽ
top വരെ. So ഈ ഒരു total single chordനെ dividing to smaller length. So the fan truss, the top chords are divided into small lengths in order to provide support for purlins. And it can be used for spans from 10 to 15 meter. So 10 to 15 meter വരെയുള്ള സ്പാൻസിനാണ് fan truss prefer ചെയ്യുന്നത്. Then we have one important type of truss called as the north light roof truss. So normally this type of trusses are used for industries. Only industries, and the reason why we're providing this is that we can have the glass also in this combination. That ഈ truss ഒരു full covering ആയിരിക്കില്ല, like loads എടുക്കും, അതേപോലെ തന്നെ ലൈറ്റും കടത്തി വിടുന്ന ഒരു അറേഞ്ച്മെന്റ് ആണ് ഈ നോർത്ത് ലൈറ്റ് റൂഫ് ട്രസ്സിനുള്ളത്. So as an introduction, the north light trusses are traditionally used for short spans in industrial workshop type buildings. They allow maximum benefit to be gained from the natural lighting by the use of glazing on the steep pitch, which generally faces north and so called as the north light roof truss. North point, we are attracting more light to come to the interiors, and they are generally used in warehouses, industries, factories, etc. And the north light trusses are traditionally used for short spans, which we all discussed in industry workshop, and they allow the benefit, same thing on the picture, to be natural lighting by the use of glazing on the. This is the real picture of the north light roof truss. Truss arrangement it's glass on ear portion. These are pointing towards the north. We have the drafted figure on a truss member. This is the truss member. This is a glass portion. This we have the truss member. So very useful for the industrial roofs. So in detail, when the floor span exceeds 15 meter, it is generally more economical to change from a simple truss arrangement to the one employing wide span support trusses at right angles. The reason why we are opting for the north light trusses discussed here. In order to light up the space satisfactorily, roof lighting has to replace or supplement. Side lighting provisions must also be made for ventilation from the roof. One of the oldest and economical methods of covering large areas is the north light. So, large area proper lighting we are going for the north light roof truss. This roof consists of a series of trusses fixed to girders. The short vertical side of the truss is glazed so that when the roof is used in the northern hemisphere, the glazed portion faces north for the best light. Generally used for the span of 20 to 30 meter and is for industrial buildings, drawing rooms, etc. The other type of truss is called as the quadrangular roof trusses. So they're used for very large spans, and these trusses are used for large spans such as railway shed auditorium, railway station type of truss, and they are used for very large spans, I've already told. So parallelogram arrangement or curve arch arrangement. The other important type of truss is the tubular steel truss. Tubular steel truss, like main thing is that all the truss members, truss member will be tube member. That hollow members are individual members. So these tubular
Steel truss are used for large span constructions such as factories, industry workshops, shopping malls, huge exhibition center, multiplexes, etc. And they are generally used for spans as large as 25 to 30 meters. നമുക്ക് ലൈറ്റിംഗ് പ്രോപ്പർ ലൈറ്റിംഗ് വേണ്ടാത്ത അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കേസസിൽ വി ക്യാൻ ഗോ ഫോർ ദ ട്യൂബുലർ ട്രസ്സസ് വിച്ച് ആർ മോർ എക്കണോമിക്കൽ ബിക്കോസ് മെമ്പർ വൈസ് തന്നെ ഈ ഹോളോ സെക്ഷൻസ് ഓൺ കമ്പാരിസൺ വിത്ത് when you compare this hollow section, and we also have suppose then a solid section. So when you compare the material between the hollow section and the steel solid section, the hollow sections are economical. So we are making economy in the case of members here, right? So a large span case when you go for the tubular trusses, it will be more economical. What are the advantages of tubular steel roof trusses? 30 to 40% less surface area than that of an equivalent rolled steel sheet. ഈ കമ്പാരിസൺ ആണ് നമ്മൾ മെറ്റീരിയൽ നോക്കുമ്പോൾ നമുക്ക് കുറച്ച് മെറ്റീരിയൽ കൊണ്ട് കൂടുതൽ ലോഡ് ക്യാരി ചെയ്യാൻ പറ്റും ഇൻ ദി കേസ് ഓഫ് ട്യൂബുലർ സ്ട്രക്ചേഴ്സ്. ആൻഡ് ദെയർഫോർ ദ കോസ്റ്റ് ഓഫ് മെയിൻ്റെനൻസ്, കോസ്റ്റ് ഓഫ് പെയിന്റിംഗ് ഓർ പ്രൊഡക്റ്റീവ് കോട്ടിംഗ്സ് reduced considerably. The moisture and the dirt do not collect on the smooth external surface of the tubes. Therefore, the possibility of corrosion also reduces. The ends of tubes are sealed. As a result of this, the interior surface is not subject to corrosion. We have a long pipe like this. Then the surface will be properly sealed so that nothing will go inside. No material will go inside, and there won't be corrosion inside the steel tubes. നമുക്ക് ഇന്റേണൽ സർഫസിൽ നമുക്ക് ഒരു ട്രീറ്റ്മെന്റിന്റെ ആവശ്യമില്ല. as we are closing the end portions. They have more torsional resistance than other sections of equal weight. അത് ടോർഷൻ റെസിസ്റ്റൻസ്, ടോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ട്വിസ്റ്റിംഗ് ആണ്. നമ്മൾ ഒരു ലോങ് ട്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു ട്വിസ്റ്റിംഗ് ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഹോളോ ട്യൂബ്സ് ആർ മോർ resistant towards the torsion action. Okay. So present details, we know the clear span. Within the suppose we will do a column. The inner span is called as clear span, and we have the bottom chord, which is the bottommost member of the truss. Bearing is for transferring the load from the truss to the column. You will bearing provided for the smooth transfer of load from truss to the column. And we have the continuous lateral brace. So bracing is provided basically stability. Then the overhang. It's an overhang on the roof, overhang from the column top. And we have the top chord. We have the single plates for joining the members. E member join the plate. So this plate is called as a gusset plate. GUSSET. Connection details. And the peak, the topmost portion, the individual web members. And also we have the slope here. The connections that we are seeing in the space frames. Okay, we will see the different types of steel connections. So as we are studying the TOS, and the connection methods and the same we are using here. We have the rivet connection. So many configurations are used for force transfer in connections. The configuration depends upon the type of connecting elements, nature and magnitude of the forces and the moments. Also depends on the equipment, fabrication and erection, considerations, cost, etc. So what is the rivet connection?
So rivet connection basically ഇങ്ങനെയാണ്. ഹെഡ് ഉണ്ട്, ഒരു ഷാങ്ക് പോർഷൻ ഉണ്ട്. ഈ ഷാങ്ക് പോർഷന്റെ അവിടെ നമ്മൾ ഒരു എക്സ്റ്റേണൽ ഹാമർ. സോ ദിസ് ഹാമർ ഈസ് യൂസിങ് ടു മേക്ക് ദ ഷാങ്ക് ഫ്ലാറ്റൻ. അതായത് ഇവിടെ ഹൈ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്തിട്ട് basically apply some pressure on this region and then this will become a head like this. So ഈ രണ്ട് പ്ലേറ്റും തമ്മിൽ it will be joined, right? Okay, so this is about the rivet connections which are used in the truss. Similarly, we already discussed the bolted connection. Bolted connections basically here in the case of trusses we will go for the normal bearing bolt. High strength friction grip bolt normally trussൽ യൂസ് ചെയ്യാറില്ല. So നമുക്ക് bearing effect മാത്രമേ ഉള്ളൂ. We have the nut bolt here and some different joints will come between the column and the rafter. Starting rafter members തമ്മിൽ അല്ലെങ്കിൽ റാഫ്റ്ററിന്റെ ഇവിടെ നമുക്ക് ബോൾട്ട് requirement ഉണ്ട്. ഇവിടെ between the members requirement is there. Between, suppose ഇത് length വളരെ കൂടുതലാണ്, we don't have the enough length, then we have to join two members or two individual pieces to form a single rafter. So rivets we have, the bolt we have, and this is all about the gusset plate connection which we're discussing here. Okay, so ഞാൻ പറഞ്ഞു എല്ലാ മെമ്പേഴ്സും ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ടോപ്പ് കോഡ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ടോപ്പ് കോഡ് ഉണ്ട്, ഇവിടെ ഒരു ബോട്ടം കോഡ് ഉണ്ട്, ഇതും ടോപ്പ് കോഡ് തന്നെയാണ്. സോ ദിസ് individual or the small members has to be connected with the main code. So എല്ലാ connecting region we are providing or we are using the gusset plate. ഈ പ്ലേറ്റിനെ പറയുന്ന പേരാണ് gusset plate. You will see in detail what is the gusset plate. Okay, so ഇതാണ് ഇപ്പൊ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ഇതാണ് ഈ ഒരു ടോട്ടൽ ലെങ്ത്, ഇതാണ് ടോപ്പ് കോഡ്. ഇത് two members, member 1 and member 2 joining the top code. So ഇതിനെ ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ലൈൻ ഓഫ് ഫോഴ്സ്. ഇപ്പോ ഈ ടോപ്പ് കോഡിന്റെ ഒരു ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ സെൻട്രോയിഡ് ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. ഈ അറൌണ്ട് ദിസ് ആക്സിയൽ ലൈനാണ്. ഇതിന്റെയും അതേപോലെ ഇതിന്റെയും മീറ്റ് ചെയ്യുന്ന പോയിന്റ് നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യാം. ഇതിന്റെ ആംഗിൾ ചേഞ്ച് ചെയ്തിട്ട് we can find the point or the point where which the total or net force acting ചെയ്യുന്നത് ഇവിടെയാണ്, ഇതിന്റെ സെൻട്രോയിഡും. അതായത് ബേസിക്കലി ഈ ജംഗ്ഷനിൽ ആക്ട് ചെയ്യുന്ന എല്ലാ മെമ്പേഴ്സിന്റെ സെൻട്രോയിഡ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ലൈൻ ഓഫ് ആക്ഷൻ, ലൈൻ ഓഫ് resultant force. So we are using a gusset plate, then we are connecting. So നമുക്ക് ഇവിടെ ടോപ്പ് കോഡ് ഉണ്ട്, ടോപ്പ് കോഡിലേക്ക് നമ്മൾ ബോൾട്ടോ അല്ലെങ്കിൽ റിബറ്റോ വെച്ചിട്ട് നമ്മൾ we are connecting the gusset plate to the top code. Then we are connecting the individual members also to the gusset plate by either welding, either riveting or by the bolting options. So ഇവിടെ നിങ്ങൾ ഫ്രെയിംസിന്റെ കേസിലും ബ്രേസിങ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ bracing to the junction between column and beam we are providing gusset plates, and also between the രണ്ട് bracings cross work ആണെങ്കിലും we are having a gusset plate. Basically connection region establish ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു പ്ലേറ്റ് ആണ് gusset plate. എങ്ങനെ കണക്ട് ചെയ്യാന്നുള്ളത് we can decide. ഈ members to plate we can either weld, bolt or rivet. That's a designer's choice. So the gusset plates are usually either made from cold rolled or galvanized steel based upon their use. So cold rolled, അതായത് നമുക്ക് ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യാതെ ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന സ്റ്റീലാണ് cold rolled steel, and they should be galvanized based upon the use. Galvanized ചെയ്യുന്നത് mainly corrosion prevention ആണ് galvanize ചെയ്യുന്നത്. And the gusset plates are used for various structures. Gusset plates are used to connect beams and columns together. പറഞ്ഞതുപോലെ ബീംസും കോളംസും കണക്ട് ചെയ്യാൻ ഗസ്സറ്റ് പ്ലേറ്റ്സ് യൂസ് ചെയ്യും, or to connect the truss members തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് will go for the gusset plates. They can be either
the only way of connecting the beam and columns, or they can be used with the bolts and weld. So the typical real figure of the bolt connection using gusset plates. This is a 3D view showing the steel truss. So we have the columns here, column 1, column 2. This is the top chord. This is the bottom chord, and the connection between the column and the top chord or the main rafter is done with the help of gusset plates, and also the bracing. This is called as the bracing. It's a different type of bracing because normally we will see a cross bracing. In a cross bracing കാണും അതേപോലെ തന്നെ ഇങ്ങനെ ഒരു മെമ്പർ പ്രൊവൈഡ് ചെയ്താലും ബേസിക്കലി ഈ ഒരു ടോട്ടൽ ഈ ഒരു ആംഗിൾ കീപ്പ് ചെയ്യാനായിട്ട് ലാറ്ററലോട് അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ബ്രേസിംഗ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഈ ഒരു ആംഗിൾ കീപ്പ് ചെയ്യാൻ സഹായിക്കും. സോ ദിസ് വിൽ ബി ഗിവിംഗ് സം ഫിക്സിറ്റി ടു ദ കണക്ഷൻ. സോ ഇങ്ങനെ ഒരു ബ്രേസിംഗ് പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ ദേ ആർ കണക്ടിങ് വിത്ത് ദ ഗസറ്റ് പ്ലേറ്റ്. ബ്രേസസ് കണക്ട് ചെയ്യാൻ ഗസറ്റ് പ്ലേറ്റ്സ് വേണം. ആൻഡ് ഓൾസോ മെമ്പർ ടു മെമ്പർ ടോപ്പ് കോഡിലേക്ക് ഈ മെമ്പർ കണക്ട് ചെയ്യാനായിട്ട് വി ഹാവ് ദ ഗസറ്റ് പ്ലേറ്റ്സ് ആൻഡ് ദ റൂഫ് കവറിംഗ്. And the purlins are told, purlins are the members which are running along the length of the structure. Along the length ചെയ്യുന്നതും purlinsന്റെ മുകളിലാണ്. ഇതാണ് റാഫ്റ്റർ അല്ലെങ്കിൽ ടോപ്പ് കോഡ്. ഈ ടോപ്പ് കോഡിന്റെ so we have this is a single frame. We have one more frame just behind the first frame. So ഈ റാഫ്റ്റേഴ്സ് അല്ലെങ്കിൽ ടോപ്പ് കോഡ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്ന മെമ്പേഴ്സ് ആണ് purlin. So the different purlin 1, purlin 2, 3, 4, 5. And above the roof coverings are always provided above the purlin. Any important 2 times in the span എന്ന് പറയുന്നത് is the distance between the column to column in a single along the frame. ഈ ഫ്രെയിമില് ഇതിന്റെ കോളത്തിന്റെ സെന്റർ ചെയ്യുന്നു അടുത്ത കോളത്തിന്റെ സെന്റർ വരെയുള്ളതാണ് സ്പാൻ എന്ന് പറയുന്നത്. ക്ലിയർ സ്പാൻ വിൽ ബി ഈ കോളത്തിന്റെ ഇന്നർ ഈ കോളത്തിന്റെ ഇൻസൈഡ് ചെയ്യുന്ന ഈ കോളത്തിന്റെ ഇൻസൈഡ് വരെയുള്ളതാണ് ക്ലിയർ സ്പാൻ. ആൻഡ് ദ ബേസ് along the length രണ്ട് ഫ്രെയിമുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ബേ. Wind up now. We will meet at 12. Okay, sir. Okay, sir. Okay, sir.